ഹലോ ഗൈസ്, വെൽക്കം ടു ആ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. എബിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടു ഇന്നാണെങ്കിൽ അവർ ഗ്രീൻ ഡേ സെലിബ്രേഷൻ ചെയ്യുവാണെന്ന്. സോ ഗ്രീൻ ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഗ്രീൻ കളർ ഫുഡ്, ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളും ഒരു പ്ലാൻ ചെയ്തു. ശരി, അവൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഗ്രീൻ ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഗ്രീൻ ആയിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെ ഗ്രീൻ ഫുഡായിരിക്കും. അതുപോലെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഗ്രീനാണ്. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ ഇഡ്ലിയും ഗ്രീൻ ചട്നിയുമാണ്. ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി ഞാൻ മല്ലിയില അരച്ചിട്ടാണെങ്കിൽ അത് ബാറ്ററിലോട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ബാറ്റർ ആണെങ്കിൽ ഗ്രീൻ കളറായി. പിന്നെ സിമ്പിൾ പരിപാടിയാണല്ലോ, നമുക്ക് ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഗ്രീൻ കളർ ഇഡ്ലി നമുക്ക് കിട്ടും. കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ഇത് ലുക്ക് മാത്രം ഉണ്ടോ എന്ന് അറിയില്ല, ഇനി ടേസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ ടേസ്റ്റൊക്കെ ഉണ്ടോ എന്ന്. ഇനി നമുക്ക് ചട്നിയുടെ പരിപാടി തുടങ്ങാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മല്ലിയിലയുടെ ചട്നി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പൊട്ടുകടല, തേങ്ങ ചിരകിയത്, പിന്നെ മല്ലിയില, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും എടുത്തിട്ടാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നമ്മളാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഈ അരച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കളർ ചട്നി റെഡി. ഈ ചട്നി പിന്നെ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സോ ഏകദേശം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇച്ചായനും എബിക്കുട്ടനും എണ്ണീറ്റു. ഇനി അടുത്തത് എബിക്കുട്ടൻ്റെ ആണെങ്കിൽ സ്നാക്സ് ബോക്സും റെഡിയാക്കണം. അതും ഫുള്ള് ഗ്രീൻ ഐറ്റം തന്നെയാണ് കൊടുത്തു വിടേണ്ടത്. അങ്ങനെ എബിക്കുട്ടൻ്റെ സ്നാക്സ് ബോക്സ് റെഡിയാക്കുന്നത് ഇച്ചായനാണ്. ഇവിടെ ഞങ്ങൾ എന്ത് വർക്ക് ചെയ്താലും രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എബിക്കുട്ടനും ഞാൻ തന്നെ റെഡിയാക്കും. സ്നാക്സ് എല്ലാം ഇച്ചായൻ്റെ ഡ്യൂട്ടിയാണ്. എബിക്കുട്ടൻ്റെ സ്നാക്സിനാണെങ്കിൽ ഇപ്പോൾ ബേക്കറി കൊടുത്തു വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. സോ അവനാണെങ്കിൽ ഗോവയും ഗ്രേപ്സും കിവിയാണ് ഇന്ന് അവന് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടുന്നത്. എബിക്കുട്ടനാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചോറ് ഉണ്ണാറേ ഇല്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു റൈസ് ആണെങ്കിൽ ഞാൻ കൊടുത്തു വിടാറുണ്ട് അവന്. ഇന്നപ്പോൾ ഗ്രീൻ ഡേ ആയതുകൊണ്ട് ഗ്രീൻ റൈസ് തന്നെയാണല്ലോ കൊടുത്തു വിടേണ്ടത്. അപ്പോൾ ഇന്ന് ഗ്രീൻ റൈസിന് ഞാൻ മല്ലിയിലയുടെ റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ആകെ മല്ലിയിലയുടെ കളിയാണല്ലോ എന്ന്. ഞാൻ ഇവിടെയാണെങ്കിൽ മല്ലിയില യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇന്ന് എന്തായാലും ഗ്രീൻ ഡേ ആയതുകൊണ്ട് ഫുള്ള് മല്ലിയില അങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ റൈസ് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെയും ലഞ്ച്. അങ്ങനെ എല്ലാം റെഡിയായി. ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും എല്ലാം റെഡിയായി. എല്ലാം ഗ്രീൻ കളറാണ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുവാണ്. അപ്പം ഇച്ചുകുട്ടിക്കും ഇന്ന് ഗ്രീൻ കളർ ഇഡ്ലിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും എല്ലാം ഗ്രീൻ ഫുഡ് കഴിക്കുമ്പോൾ ഇച്ചുവും ഗ്രീൻ ഫുഡ് കഴിക്കുക. അപ്പം ഇന്ന് ഇച്ചുവിനും ഗ്രീൻ ഇഡ്ലിയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഇച്ചായനും എബിക്കുട്ടനും സ്കൂളിലേക്ക് പോയി. ഇച്ചൂട്ടനാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇച്ചൂട്ടൻ പിന്നെയും കിടന്നുറങ്ങി. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണെങ്കിൽ രാവിലെ തന്നെ എബിക്കുട്ടന് കൊടുത്തു വിടേണ്ടതുകൊണ്ട് അത് രാവിലെ തന്നെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഡിന്നറിൻ്റെ പരിപാടി തുടങ്ങാം. ഞാൻ ഡിന്നറിലേക്ക് വേണ്ടി കറിയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് അഫ്ഗാനി ചിക്കനാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു ഷെഫിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിത് ഓൾറെഡി ട്രൈ ചെയ്തതാണ്. അപ്പം ഇന്ന് ഒരു വട്ടം കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് മിൻറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ചാണെങ്കിൽ പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ചാണെങ്കിൽ തൈര്, പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ കാഷ്യൂനട്ടും കൂടി ചേർക്കണം. ഞാനത് പിന്നെയാണ് ഇട്ടത്, മറന്നുപോയിടാൻ. സോ ഇതാണെങ്കിൽ മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടാണെങ്കിൽ ഇതാണെങ്കിൽ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടാണെങ്കിൽ ഈ ചിക്കൻ ആണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയും വേറൊരു പാനിലാണെങ്കിൽ പിന്നെയും കുറച്ച് ബട്ടർ ഇട്ടിട്ടാണെങ്കിൽ ഈ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് കുറച്ച് നേരമാണെങ്കിൽ കുക്കാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. കുക്കായി കഴിഞ്ഞിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനും അതിൻ്റെ അകത്ത് ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള വെള്ളവും ചേർക്കുക. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കുറച്ച് ഷുഗർ, എല്ലാം കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയും ഞാൻ ചേർക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലുമാണ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുക്കാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ ഫ്രൈഡ് ഓണിയൻസ് ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി.
പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ അഫ്ഗാനി ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഉച്ചക്കത്തെ ലഞ്ച്, ഗ്രീൻ ഡേയുടെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി. എന്തൊക്കെയാണ്? മല്ലിയില ചോറ്, പിന്നെ പച്ച ചിക്കൻ. അപ്പം വേണമെങ്കിൽ നമുക്ക് പേരിടാം, ഗ്രീൻ ചിക്കൻ ഫ്രൈ. പിന്നെ നമ്മുടെ മിന്റും ലൈമും മിക്സ് ചെയ്ത ഒരു ലൈം ജ്യൂസ് മിന്റ്. എല്ലാം ഇന്ന് ഗ്രീനാണ്. ഞാൻ ഗ്രീൻ ടീഷർട്ട്. ഞാൻ ഡ്രസ് മാറി. അപ്പൊ ഇന്ന് ഇച്ചോട്ടിനും ആണെങ്കിൽ ഞാൻ ഈ ഗ്രീൻ റൈസ് തന്നെയാണ് കൊടുത്തത്. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവന്. മലയാളം റൈസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഈ പൊന്നി റൈസും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. കേരള റൈസും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വട്ടം ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പൊന്നി റൈസും കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ റൈസുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇന്ന് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ഏകദേശം സക്സസ് ആയി. ഇനി നമ്മുടെ ഡിന്നറിന് വേണ്ടി ഞാനാണെങ്കിൽ ചപ്പാത്തിയും അഫ്ഗാനി ചിക്കനുമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. ചപ്പാത്തിയും ഞാൻ ഗ്രീൻ കളർ ഉണ്ടാക്കാനായിരുന്നു, നമ്മുടെ പാലക്കിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ എനിക്ക് ആകെ വയ്യാണ്ടായിക്കൊണ്ട് ആ പ്ലാൻ അങ്ങനെ മാറ്റി. സാധാ ചപ്പാത്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കുട്ടിൻ്റെ ആണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഗ്രീൻ ഡേ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. എല്ലാവരും കുട്ടികളും ഗ്രീൻ ഡ്രസ്സും ഫുഡും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അവർ. എബിക്കുട്ട സ്കൂളിൽ നിന്ന് കിട്ടിയ ബലൂൺ ആണോ? ഗ്രീൻ ബലൂൺ. ഇന്ന് ഗ്രീൻ ഡേ ആയിട്ട് ആണോ? ഓക്കെ, ചെയ്യച്ചു ചെയ്യ. ഇച്ചു ചെയ്ത് തേഴ്സ്ഡേ. ആ ആ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.